പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രഭാതവന്ദനം. ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും ഞാൻ ഹൃദയകരമായ എൻ്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. സ്തോത്രം. ഇതുവരെ നല്ലവനായ കർത്താവ് നമ്മെ കൊണ്ടുവന്നല്ലോ. ആ ദൈവത്തിൻ്റെ കരുതലുകൾ എത്ര സ്തുതിച്ചാലും എന്തേരം പറഞ്ഞാലും തീരത്തില്ലാത്ത തരത്തിൽ ദൈവം നമ്മെ നടത്തിയല്ലോ. അല്ലെങ്കിൽ ഈ പ്രഭാതത്തിലെ ഒരു ഭയങ്കര ദൈവിക ഉറപ്പുള്ള ഒരു സന്ദേശം നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. റോമാലേഖനം 8:18 ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട്. ആമേൻ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ആമേൻ. സ്തോത്രം. ഈ കാലത്തിൽ നേരിടുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ വരുന്ന സകല കഷ്ടങ്ങൾക്കും വെളിപ്പെടുവാനുള്ള തേജസ്. ആമേൻ. ആ തേജസ്സിനെ കുറിച്ച് നമ്മൾക്ക് എല്ലാവർക്കും എപ്പോഴും ഒന്നും ഓർക്കാൻ സമയമുണ്ടാകത്തില്ല അല്ലേ? ആമേൻ. പ്രയാസം വരുമ്പോൾ ഈ ഭൂമിയിലെ താൽക്കാലികമായ ആമേൻ കിട്ടുന്നതായ സുഖങ്ങളും സന്തോഷങ്ങളും ആനന്ദങ്ങളും ഒക്കെ കാണുവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നേ. അപ്പോൾ അതിനപ്പുറത്തുള്ള ഒരു തേജസ്സുണ്ട്. ആമേൻ. ആ തേജസ് ലഭിക്കുമ്പോൾ കഷ്ടങ്ങളെല്ലാം മാറിപ്പോകും. ഇവിടെ എന്തെങ്കിലുമൊക്കെ കഷ്ടങ്ങളൊക്കെ സഹിക്കുമ്പോൾ ജീവിതം പലപ്പോഴും മടുത്തവരായി നിങ്ങളിൽ ഓരോരുത്തരും ഉണ്ടാകാമായിരിക്കാം. ആമേൻ. അങ്ങനെയുള്ള പ്രയാസങ്ങളിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പലപ്പോഴും ചിന്തിക്കുന്നത് ഈ ജീവിത ഈ ലോകയാത്രയിൽ ഇവിടെ അഴിഞ്ഞു പോകുന്ന, ഇവിടെ നഷ്ടപ്പെട്ടു പോകുന്ന, ഇവിടെ ഒരിക്കലും സ്ഥിരതാമസമല്ലാത്ത നമുക്കിവിടെ ചില വേദനകളും കഷ്ടങ്ങളും ഉണ്ടാകും. ആമേൻ. യേശു പറഞ്ഞല്ലോ, ലോകത്തിൽ നിങ്ങൾക്ക് ജീവിക്കുമ്പോൾ കഷ്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ട്, എന്നാൽ ഞാൻ ജയിച്ചവനാണ്. ആമേൻ. സകലത്തെയും ജയിച്ചവനാണ് നിങ്ങളോട് കൂടി ഇരിക്കുന്നത്. ആമേൻ. ആ ജയിച്ചവൻ പറയുക, ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. ആമേൻ. ഈ സാരമില്ലാത്ത കഷ്ടം ആമേൻ ഈ ഭൂമിയിൽ നീ സഹിക്കുമ്പോൾ വെളിപ്പെടുവാനുള്ള ലഭിക്കുവാനുള്ള അല്ലെ നിങ്ങൾക്ക് നിത്യമായി ലഭിക്കുവാനുള്ള നിത്യമായി നീ സഹിച്ച ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നീ സഹിച്ച കഷ്ടങ്ങൾക്ക് ഒരു മറുപടി പറയുക, ആ നിത്യ തേജസ്സിന്റെ കരം. സ്തോത്രം. ആ നിത്യതേജസ്സിന്റെ കരം ഇവിടെ പൗലോസ് പറയുക, ആമേൻ. ഇവിടുത്തെ കഷ്ടം ഓർത്ത് നീ എന്നും ഒന്ന് കരഞ്ഞൊന്നും ഇരിക്കേണ്ട. ഇവിടെ നീ കഷ്ടമൊക്കെ സഹിച്ച് നീ പോകുന്നെങ്കിലും നിനക്ക് കഷ്ടമല്ലാത്ത ഒരു നിത്യ തേജസ്. ആ തേജസ്സിനെ കുറിച്ച് എങ്ങനെ വർണ്ണിക്കാൻ കഴിയും? ആമേൻ. ചിന്തകൾക്കപ്പുറമാ ആ തേജസ് നമ്മൾ പ്രാപിക്കുമ്പോൾ, ആ തേജസ് നമ്മൾ അനുഭവിക്കുമ്പോൾ. ആമേൻ. സ്തോത്രം. ഈ പാഴും മരുഭൂമിയിൽ നഷ്ടപ്പെടുന്നതിനേക്കാൾ നഷ്ടപ്പെട്ടു പോകുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഇവിടെ നിന്നെ നീ തകർന്നു പോകാതെ നിന്നെ പരിപാലിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട് കേട്ടോ. സ്തോത്രം. പക്ഷേ കൂടെ വാഴാമെന്നൊരു വചനമുണ്ട്. കഷ്ടം സഹിച്ചാൽ കൂടെ വാഴാം. അപ്പൊ കഷ്ടത്തിന് കൂടെ വാഴാനും കൂടെ കഴിയുന്ന ഒരു കാര്യമാണ്. തേജസ് നൽകുന്നതിനോടൊപ്പം കഷ്ടത്തിൽ നിനക്ക് ജയം തരുന്നതിനോടൊപ്പം നിനക്ക് കൂടെ വാഴാൻ കഴിയും. കൂടെ വാഴണമെങ്കിലുണ്ടല്ലോ, പലപ്പോഴും പലരും കഷ്ടം വരുമ്പോൾ പറയുന്നത്, ഞാൻ ചത്ത് കളയുക, എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പ്രത്യാശയില്ലാത്ത ഒരു കൂട്ടം സമൂഹത്തിന് നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. ചിലരുടെ മനസ്സിൽ നിൽക്കുന്നത് ഇവിടം കൊണ്ട് അങ്ങ് തീരുമെന്നാ. തീരത്തില്ല. ഇവിടം കൊണ്ട് തീരാത്ത ഒരു വലിയ മഹിമയ്ക്കായി തേജസ്സിനായി നമ്മെ ഓരോ ദിവസവും ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. ആ നിത്യതേജസ്സിന്റെ ഖനം ആർക്കെങ്കിലും ഇന്ന് പകൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ തേജസ്സിനെ പ്രാപിച്ചാൽ നീ ഇവിടെ അനുഭവിച്ച കഷ്ടത്തിനൊരു പ്രതിഫലമുണ്ട്. സ്തോത്രം. ഇവിടെ നിനക്ക് കഷ്ടത്തിൽ കൂടി കടന്നുപോയി അവിടേക്ക് ചെല്ലുമ്പോഴും ഒരിടവും ഇല്ലാതെയായി പോയാൽ എന്നുവെന്നും നീ കഷ്ടത്തിലും എന്നുവെന്നും നീ വേദനയിലും എന്നുവെന്നും നീറിപ്പോകുന്ന അനുഭവങ്ങളിൽ കൂടിയും എന്നും തീച്ചുളുടെ അനുഭവങ്ങളിൽ കൂടിയും നിനക്ക് കടന്നു പോകാൻ കഴിയുള്ളൂ. എന്നാൽ ഇവിടെ കഷ്ടം സഹിച്ചാൽ അവിടെ ദൈവത്തോടുകൂടെ കൂടെ വാഴുവാൻ കഴിയും എന്നുള്ള ഒരു കാര്യം മറന്നു പോകരുത് സഹോദരങ്ങളെ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ആരുടെയും ജീവിതത്തിൽ നിത്യതേജസ്സിന്റെ കരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ തേജസ്സിനെ പ്രാപിക്കുകയില്ല എന്നുള്ളതായ അന്യപ്പെട്ട് നീ മാറി നിൽക്കുകയാണോ? ആ ദൈവത്തിലേക്ക് അടുത്തു വന്നാൽ ആ ഒരു നിത്യതേജസ്സിന്റെ അനുഭവം നിനക്ക് ദൈവം തരുവാനിടയായി തീരും. പരിശുദ്ധരായ ഞങ്ങളുടെ ദൈവമേ,
ആരെങ്കിലും ഇന്ന് മുതൽ അടിയനെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്നവരുടെ ഇടയിൽ നിത്യതേജസ്സിന്റെ അനുഭവം നഷ്ടപ്പെട്ടവരായി ആ തേജസ്സിനെ പ്രാപിക്കുവാൻ കഴിയാതെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നകന്നു നിൽക്കുന്ന ജീവിതങ്ങളുടെ ഹൃദയത്തിൽ ആ കഷ്ടങ്ങൾക്കൊരു മറുപടി ഉണ്ട്, ആ കഷ്ടത്തിന് എനിക്കൊരു ഉത്തരമുണ്ടെന്നുള്ളതായ ആ നിശ്ചയത്തിലേക്ക് വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഷ്ടങ്ങളെ സഹിപ്പാൻ, കഷ്ടങ്ങളിൽ കൂടെ വാഴാമെന്നുള്ളതായ ആ നല്ല അനുഭവത്തെ പ്രാപിപ്പാൻ ദൈവം സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.